മോർച്ചറിയിൽ നിന്നാണ് വരുന്നത്. മോർച്ചറിയിൽ നിന്ന് പെൺകുട്ടിയെ നേരത്തെ 1 മണിക്കൂർ മുമ്പ് വിട്ടു. അപ്പോൾ നമ്മളെ കുട്ടിയെ ഈ 5 മിനിറ്റ് മുമ്പാണ് വിട്ടത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കാണ്. അവൻ്റെ ബോഡി ഏതാണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഡാമേജ് എന്ന് പറയുന്നത് വല സൈഡിൽ ബാക്ക് സൈഡിലാണ് നല്ല ഒരു പൊട്ടനുണ്ട്. ഒരുപാട് ബ്ലഡ് സ്ട്രക്ചറിലുണ്ട്. കൊച്ചുമല്ല അവരെ കണ്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു വിട്ടിട്ട് പിന്നെ ഡോക്ടർ എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു കാണാൻ വേണ്ടി. അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു. IC തന്നെ പോയത്. ഞാനും ബ്ലോക്ക് മെമ്പർ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞത് തലയിൽ 13 സ്റ്റിച്ചിങ് ഓൾറെഡി കഴിഞ്ഞു അമ്മയ്ക്ക് ക്ഷമി. പിന്നെ മുഖത്ത് ഈ 2 കണ്ണിൻ്റെ താഴെ സൈഡിലെ എല്ലും പൊട്ടിയിട്ടുണ്ട്. പിന്നെ വാ തുറക്കത്തില്ല. നമ്മൾ സൈറ്റങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവൾ പിന്നെ സംസാരിക്കും. എനിക്ക് അവളെ സംസാരം അറിയാമെന്ന് ഞാൻ കുറേ ചെവി അടുത്ത് പിടിച്ച് സംസാരിച്ച് അവൾ കരയും. എന്നെ കണ്ടപ്പോൾ കരയും. അഫാനെ ചോദിക്കുകയും ചെയ്തു. കൊച്ചുമോനെ മാമച്ചി മോനഞ്ഞ് കൊണ്ടുവരണം. രണ്ടാമത്തെ മോനഞ്ഞ് കൊണ്ടുവരണം. ഞാൻ കൊണ്ടുവരാം ക്ഷമി എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവരണം ഡോക്ടർ നിൽക്കേ. അവളങ്ങനെ കുറച്ച് അവളെ കൊണ്ട് പറയുന്ന രീതിക്ക് ക്ലാസ് എടുത്ത് പറയുന്നുണ്ട്. വ്യക്തമായി അത് കുറച്ച് അറിയാം. ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം അവൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ക്ഷമി അറിഞ്ഞിരിക്കണം. അഫാനെ പറ്റി ഒന്നും ചോദിച്ചില്ല. കൊച്ചിനെ കാണണം എന്നുള്ളതിലാണ്. ഞാൻ 1.5 വർഷം മുമ്പ് ഈ വീട്ടിൽ എന്ത് കാര്യത്തിനും എന്നെയാണ് അവൾ വിളിക്കാറുള്ളത്, മാമ എന്ന നിലയിൽ. അവൾക്ക് RCCയിലെ ട്രീറ്റ്മെന്റിന് പോണേൻ്റെ അന്നും വെഞ്ഞാറമൂട്ടിൽ അവളുടെ ബ്ലഡ് പരിശോധിക്കുമ്പോൾ RCC പോകേണ്ട കാര്യമാണെന്ന് പറയുമ്പോഴും എന്നെയാണ് വിളിച്ചിട്ട് മാമച്ചിയെ ലാബിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് RCCയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ഡോക്ടർ ഏർപ്പെടുത്തി കൊടുക്കുന്നതൊക്കെ ഞാൻ പ്രവർത്തനം എന്നല്ല, അന്ന് ഞാൻ തലയിൽ കൂടെ ഡ്രൈവറായിരുന്നു. ഇപ്പോൾ ആസ്ട്രേലിയയിലായിരുന്നു. അങ്ങനെ ഒരു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നടന്ന് അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളിലും ഞാനായിരുന്നു. 1.5 വർഷത്തിന് ശേഷം യവൻ വലുതായി +2 ആയപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാറില്ല. വലുതായല്ലോ, അതിലേക്ക് എല്ലാവർക്കും വലിയ വിഷയങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് 2 വർഷം മുമ്പ് ഗൾഫിലാവും കൊണ്ടുപോയി, എല്ലാവരെയും കൊണ്ടുപോയി തിരിച്ചു വന്നു. ഒരു 10 മാസത്തോളം അവിടെ നിന്ന് തിരിച്ചു വരികയൊക്കെ ചെയ്തു. അവൻ്റെ സഹായമാണല്ലോ, വേറെ ആരും സഹായമില്ലല്ലേ. ഒരു ഒന്നുമില്ലാത്ത ഒരു 50 രൂപയ്ക്കുള്ള സാധനം എടുത്ത് കഴിക്കാൻ പോലും ഇല്ലാത്ത ഈ കുടുംബത്തുള്ളതാണ് ഇവരുണ്ട്. റഹീം അതേപോലെ. ഇന്ന് റഹീമിൻ്റെ വീട്ടിൽ പോയാൽ ചാണാമൊഴിയ വീടാണ്. ഞാൻ ഇവിടെ പോകും, അവിടെ നിന്ന് ആഹാരം കഴിച്ചു അമ്മയുടെ അമ്മ ഒറ്റ കയറും. ഇവിടെ തന്നെ ഈ വീട് വാലിയാച്ചിൻ്റെ അന്ന് അമ്മയ്ക്ക് അങ്ങ് പോകണം. ഇവിടെ എങ്ങും കിടക്കില്ല. എല്ലാ മക്കൾ 11 മക്കളാണ്ട് കിട്ടും. ആണും പെണ്ണുമായി ചുറ്റളവിൽ തന്നെ 2-3 വീടുണ്ട്. പക്ഷേ ചാണാമൊഴിയ വീടാണ്, പഴയ വീടാണ്. അത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ അടുത്ത് ഇവർക്ക് വേണ്ടി ഒരു വീട് മക്കൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർ ഇവിടെ കിടക്കുന്നത് സമ്പാദിച്ച അവൻ്റെ പൈസ, അവൻ്റെ വരുമാനമാണ്, വേറെ ആരെ വരുമാനമല്ല. എന്താ പ്രണയം ബന്ധമുണ്ടെന്ന് റഹീമിന് അറിയാമെന്നുള്ള അറിയില്ലല്ലോ. അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ മെനിഞ്ഞാന്ന് എതിർച്ചയിൽ ഞാൻ ആറ്റിങ്ങൽ റോട്ടിൽ നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് വരുമ്പോൾ HP പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് യുവനും അപ്പാനും ഒരു പെൺകുട്ടിയുടെ ബാക്കിൽ ഇരിക്കണം. എന്നെ കാണുകയും ഞാൻ കാണുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് മുഖം മറച്ചതാണ്. കാരണം എനിക്ക് അവൻ അങ്ങനെ ഒരു ഞാൻ കാണണ്ടെന്ന് വിചാരിച്ചു. പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ്. പക്ഷേ ഹെൽമെറ്റ്, 2 പേർക്ക് ഹെൽമെറ്റ് ഇല്ല. അപ്പോഴാണ് ഞാൻ വീട്ടിൽ ചെന്ന് വൈഫിനോട് പറയുകയും ചെയ്തു, ഇങ്ങനെയാണ് ഇങ്ങനെ അവൻ പോകുന്നത്. പിള്ളേരല്ലേ. മുമ്പ് വീട്ടിൽ വെച്ച് എലിവിഷം കഴിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അന്ന് മെഡിക്കൽ കോളേജിൽ അല്ല, അങ്ങനെ അന്ന് മൊബൈലില്ല, ഇത് 3 മൊബൈൽ ഇത് ആയില്ല. അല്ല 5-6 എല്ലാം പഠിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. എന്തോ പറഞ്ഞത് അതിനടുത്ത് കഴിച്ചു, ഇത്രയേ ഉള്ളൂ. വേറെ ഇല്ല, ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് ഇതുവരെ അറിവില്ല. ഞാൻ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. സംബന്ധിച്ചത് കുടുംബം സംബന്ധിക്കുന്നത് 4 പേരെ ഒരുമിച്ച് ഒരു ജമാഅത്ത്, പാങ്ങോട് ജമാഅത്തിലാണ്. പുതുവർഷം മോനെ ഇവിടെ കൊണ്ടുവരും. അതെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ജംഗ്ഷനിൽ ആ കടയുടെ മുന്നിൽ ഒരു ടാർപ്പ കെട്ടിയിട്ട് കുറച്ച് നാട്ടുകാർക്ക് ബന്ധുക്കൾ കാണാൻ വേണ്ടി വെക്കാൻ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. സ്കൂളിൽ വെക്കണ്ടെന്ന് വിചാരിച്ചു. ആശുപത്രി പോയിട്ട് എല്ലാവരെയും കണ്ടു. പെൺകുട്ടിയെയും കണ്ടു. പെൺകുട്ടിക്ക് ഇവിടെയാണ് വലിയൊരു ചിറ്റലിൻ്റെ എത്ര വലിപ്പമുള്ള ചിറ്റലാണ്, ആ വലിപ്പം തന്നെയാണ്. ഷെമിയോട് സംസാരിച്ചെന്നാണ്? ഞാൻ ഷെമിയോട് സംസാരിച്ചു. അവർക്ക് ബോധമുണ്ട്. എന്നെ കണ്ട് എൻ്റെ കയ്യിൽ കയറിപ്പിച്ചു.
കരഞ്ഞു. ഇങ്ങനെ കരഞ്ഞു. എന്താ ഇളയ മോനെയാണ് തിരക്കിയത്. കാരണം ഇളയ മോനെയാണ് തിരക്കിയത്. മറ്റെന്താ പ്രവൃത്തികൾ കാണണമല്ലോ. അതുകൊണ്ട് ഇളയ മോനെയാണ് തിരക്കിയത്. മോനെ കാണണം, മാമിച്ച് കൊണ്ടുപോകാന്ന് ഞാൻ മുമ്പോട്ട് നടക്കുമ്പോഴും അവൾ പറയുന്നു മാമിച്ച് മോനെ. ഈ അഫാൻ നേരത്തെ ഇവരെ ഉപദ്രവിക്കുക ഇല്ല, ഉപദ്രവമൊന്നും അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ല ക്ഷമ ഒന്നും പറയും. ഞാൻ ഇല്ല ചോദിക്കുന്ന അതല്ലല്ലോ ചോദിക്കുക എന്താണ് അപ്പം കാണിച്ചതെന്ന് നമുക്ക് ചോദിക്കാം. അവള് വരും അതെന്നാണ് എൻ്റെ ഉറപ്പ്. ഞാൻ കണ്ടത് ഞാൻ 2 പ്രാവശ്യം കണ്ടു. രാവിലെ ഞാൻ കയറി കണ്ടു, 9 മണിയാകുമ്പോൾ ഞാൻ കയറി കണ്ടു. ഇപ്പം എന്നെ ഡോക്ടറെ വിളിച്ച് വീണ്ടും കണ്ടു. മെച്ചപ്പെട്ടിട്ടുണ്ട്. കാരണം അവൾ എന്നെ കണ്ട് എൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നു, കരയുന്നു. പിന്നെ എന്നോട് മോനെ കാണണം എന്ന് പറയുന്നു. മെച്ചമാണല്ലോ, വലിയ മെച്ചമാണ്. പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ പറഞ്ഞത് ഇതാണ്, ആഹാരം 24 അവർ കാണണം. തലയ്ക്കകത്ത് നല്ല നീർക്കെട്ടാണ്, നല്ല നീരുണ്ട്. ഞാൻ പറഞ്ഞ് മുഖത്ത് തന്നെ കാണാൻ വയ്യ, എനിക്ക് തിരിച്ചറിയാൻ വയ്യ. ഞാൻ അടുത്ത് നിന്നിട്ട് ക്ഷമിയാതാണെന്ന് ചോദിച്ചു. കാരണം എനിക്ക് അത്ര അറിയാൻ വയ്യാതായി. ഇവിടെയാണ് അവന് റൈറ്റ് സൈഡിൽ ചെവിയുടെ തൊട്ട് മുകളിലുള്ള അടിയാണ്. Okay, sir. Thank you.